എന്തു പറ്റി? എല്ലാരും എന്നെ ആദ്യമായിട്ട് കാണാണോ? ഒന്നുമില്ല ചേട്ടാ, കഴിക്കേ. ദാ മോശം ആൾക്കാർക്ക് പറക്കാനുള്ള ചാൻസ് കിട്ടുമെങ്കിൽ ദൈവം നല്ലവർക്കും അത് കൊടുക്കില്ലേ? അമ്മു, എൻജോയ്. എത്ര വർഷമായിട്ട് ഈ ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നോ എന്തോ. അമ്മ ഇതെല്ലാം നിർത്തുന്നുവെന്ന് തീരുമാനിക്കാൻ പാടില്ലായിരുന്നു. കൺവീൻസ് ചെയ്തെല്ലാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചാൽ പാത്രം, സാധനങ്ങൾ ഒന്നുമില്ല ഇവിടെ. ഇനി ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ബോർഡ് ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ബോർഡ് കണ്ട ആളുകൾ കാറ്ററിങ്ങിനെ പറ്റി ചോദിക്കും. അതമ്മയ്ക്ക് പിന്നെയും വിഷമമാകാനാ സാധ്യത. ഈ വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ എന്നെ കൊണ്ടൊന്ന് സോൾവ് ചെയ്യിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് എത്ര നന്നായിരുന്നേനെ. പക്ഷെ എന്ത് ചെയ്യാം, എന്റെ അവസ്ഥ അതിനേക്കാളും ബുദ്ധിമുട്ടിലാണല്ലോ. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനാണ് ഞാൻ. പക്ഷെ ഒരിക്കലും ഞാൻ വേദാന്തിന്റെ അനിയനാണെന്ന് ആരും അറിയാൻ പാടില്ല. ഒരു കാരണവശാലും അറിയാൻ പാടില്ല. അദ്ദേഹം അത് അറിഞ്ഞാൽ എന്നെ ഒരു കാരണവശാലും ഇവിടെ നിർത്താൻ അനുവദിക്കില്ല. ഇവരെ സഹായിക്കാനുള്ള സാമ്പത്തികം എനിക്കിപ്പോ ഇല്ല. പക്ഷെ അവർക്കൊരു ശല്യമാകാൻ പാടില്ല ഞാൻ. ഞാൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞതെല്ലാം ഇവര് കേട്ടിട്ടുണ്ടാവുമോ? എന്നിങ്ങനെ നോക്കല്ലേ വിക്കി. അയ്യോ, എന്നെ വിട്. വിടാനാണോ കല്യാണം കഴിച്ചേ? വന്നേ, നമുക്ക് എവിടെങ്കിലും പോയി കറങ്ങിട്ട് വരാം. ഇത് നല്ല കഥയാണല്ലോ വിക്കി. ചേട്ടൻ ഇപ്പൊ വിക്കി ഓഫീസിൽ പോകുന്നു കരുതിയാ പോയത്. വിക്കി ആണെങ്കി ഇപ്പൊ എവിടെയെങ്കിലും കറങ്ങിട്ട് വരാന്ന് പറയുന്നു. അതൊന്നും എനിക്കറിയില്ല. നിന്നെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. വിക്കി ഓഫീസിൽ നിന്ന് വരുമ്പോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? പിന്നെ ഞാൻ വിക്കിയുടെ കൂടെ തന്നെയല്ലേ. അങ്ങനെയല്ല, എന്റെ ഓരോ നിമിഷവും നീ എന്റെ കൂടെ ഉണ്ടാവണം. അങ്ങനൊന്നും നടക്കില്ല വിക്കി, അത് ശരിയുമല്ല. അത് മാത്രല്ല, എല്ലാവരും വിക്രാന്ത് പെൺകോന്തരാണെന്ന് പറഞ്ഞു നടക്കുവേ. എനിക്ക് ബോധം വന്നു തുടങ്ങിയ സമയം തൊട്ട് മറ്റുള്ളവർ എന്താ പറയാൻ പോകുന്നതെന്ന് ഞാനിതുവരെ ആലോചിച്ചിട്ടില്ല. വിചാരിക്കുന്നവർ വിചാരിക്കട്ടെ, ഞാൻ നിന്റെ കൂടെ തന്നെ ഇരുന്നോളാം.
എപ്പോഴും ഞാൻ വിക്കിയുടെ കൂടെ തന്നെയാണെങ്കിൽ എന്നെ പെട്ടെന്ന് ബോറടിക്കും. അപ്പൊ എന്താ ചെയ്യാ? ഇതിനേക്കാൾ വലിയ കോമഡി വേറെയില്ല. നീ എന്റെ ജീവിതത്തിലെ ഒരു പാർട്ട് പോലെയാ. എനിക്ക് എങ്ങനെ ബോറടിക്കാ? ഭാര്യയ്ക്ക് ലവറിനേക്കാൾ കൂടുതൽ അധികാരം ഉണ്ടായിരിക്കും. ഇങ്ങനെ വാശി പിടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് എന്തായാലും പണിഷ്മെന്റ് തരേണ്ടി വരും. അതെനിക്ക് ഇഷ്ടമല്ല. ചുമ്മാ നിക്കത് ഓഫീസിലേക്ക് പോ. എന്റെ മുന്നിൽ ഇങ്ങനെ മുഖം വെറുപ്പിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. ഇന്ന് എന്തായാലും ഓഫീസിൽ പോയേ പറ്റൂ. ആ ശരി, പക്ഷെ വൈകുന്നേരം വരുമ്പോണ്ടല്ലോ പലിശ സഹിതം ഞാൻ വീട്ടിൽ കൊള്ളാം. ശരിയെന്ന് അങ്ങനെ ആയിക്കോട്ടെ. വിക്കിയുടെ ബാഗ് ഞാൻ ലക്ഷ്മി ചേച്ചിയുടെ കൈ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി ഇറങ്ങാൻ നോക്കിയേ. ശരി, ബൈ. ഇങ്ങനെ ഉമ്മ തന്നെ ജോലിക്ക് വിട്ടാ ഇന്നു മുതൽ ലഞ്ചിന് ഞാൻ വീട്ടിലോട്ട് വരേണ്ടി വരും. എന്തിനാ? ഉച്ചയ്ക്ക് വന്നിട്ട് അടുത്ത കള്ളം പറയാനാ? ഇല്ല, ഒരു ഉമ്മ കൂടെ വാങ്ങിച്ചിട്ട് ഓഫീസിൽ പോകാനാ. ഇങ്ങനെ വെറുതെ ഓരോന്ന് സംസാരിച്ച് നിൽക്കാതെ മുന്നോട്ട് നടന്നേ. ചേട്ടൻ എവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാൻ? പറയട്ടെ. അമ്മേ, അമ്മേ, പ്ലീസ് അവരെ മാത്രം വിളിക്കരുത്. അവര് വന്ന ടെൻഷൻ ആകും, അതുകൊണ്ടാ. അമ്മേ. ആഹാ, നീ വന്നല്ലോ മോളെ. നീയും ആരതി ഇല്ലാത്ത വീട് എന്തോ പോലെയാണ് ഇവിടെ. ഇനി എല്ലാം ശരിയായിക്കൊള്ളും. ആരതി എങ്ങനെയുണ്ട്? അവിടെ എല്ലാം അഡ്ജസ്റ്റ് ആയോള്? ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇങ്ങനത്തെ കാര്യോ? എന്ത് കാര്യമെന്നാ? അല്ലമ്മേ, എന്നോടൊരു വാക്ക് പോലും പറയാതെ ചേച്ചിയുടെ പേരെഴുതിയ ബോർഡ് എന്തിനെടുത്തു മാറ്റിയേ? അത് ഇവര് ദേഷ്യം കാണിച്ചതിന്റെ കാര്യം ഇതായിരുന്നു. അത് അത് എന്താ അതെ ഇത്? ആരതി കാറ്ററിംഗ് സർവീസ് എന്ന് എഴുതിയ ബോർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് കാറ്ററിംഗ് ചെയ്യുന്ന വീട് ഇതാണെന്ന് എങ്ങനെ മനസ്സിലാവാനാ? കാറ്ററിംഗ് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ ബോർഡിന്റെ ആവശ്യമുള്ളൂ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? ഞാൻ ഒരു ദിവസം ഇവിടെ ഇല്ലാതിരുന്നപ്പോ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നേ? എനിക്ക് കേറ്ററിംഗിന് എല്ലാ ഹെൽപ്പും ചെയ്തുകൊണ്ടിരുന്ന ആരതിയല്ലേ. നീ ജോലിക്ക് പോകുന്നുണ്ട്. ഇനി അതിഥി അഞ്ചുവും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമല്ലേ. എന്നെ കൊണ്ട് ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല മോളെ. അതുകൊണ്ട് കേറ്ററിംഗ് നിർത്താമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. കേറ്ററിംഗ് സാധനങ്ങളൊക്കെ വിറ്റ് അതിന്റെ കാശ് കൊണ്ടാണ് ആരതിയുടെ വീട്ടിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോയ പാത്രവും സാധനങ്ങളും ഒക്കെ അതിൽ നിന്നാ മേടിച്ചത്. ആ വീടിന്റെ മുന്നിൽ ബോർഡുണ്ടെങ്കിലേ പോകുന്നവരും വരുന്നവരും ഒക്കെ അതിനെപ്പറ്റി ചോദിക്കും. അപ്പം മനസ്സിന് ആകെ വിഷമമാകും. പക്ഷെ ബോർഡില്ലെങ്കിലേ ആരും ഒന്നും ചോദിക്കാൻ നിൽക്കില്ലല്ലോ. ഞാൻ ചെയ്ത കറക്റ്റ് അല്ലേ? അല്ലാതെ കാശില്ലെന്നുള്ള കാരണം കൊണ്ടല്ലല്ലോ ഈ തീരുമാനം എടുത്തത്. ശേ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ? എന്റെ അടുത്ത് നിറയെ കാശുണ്ട്. ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കണം. എനിക്ക് ഓഫീസിൽ കുറഞ്ഞ ഇൻസ്റ്റാൾമെന്റിൽ ലോൺ കിട്ടും. അമ്മ ഒരു കാര്യം ആലോചിക്കണ്ട. ശരി മോളെ. പോവാനല്ലേ പറഞ്ഞത്? ആരതി, ഓഫീസിലേക്ക് ലേറ്റ് ആവുന്നുണ്ടെന്ന് എത്ര തവണ പറയണം? എന്നെ വിട് ആരതി. ഒന്ന് പോ വിക്കി. ആരതി കൊച്ചേ, അയ്യോ പിന്നെ എന്താ? അത് പിന്നെ എന്റെ ഷൂസ് ഒക്കെ പുറത്ത് കിടപ്പുണ്ട്. വേഗം ചെന്നിട്ട് പോ. ആരതി, അമ്മേ, വാ. ഇരിക്ക്. നീ എന്നെ അമ്മായിന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പം നിന്റെയും കൂടെ വീടല്ലേ. അമ്മേന്ന് വിളിച്ചാ മതി.
ഷീസ് ബ്യൂട്ടിഫുൾ. അമൂല്യെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. രൂപത്തിൽ മാത്രമല്ല, മനസ്സുകൊണ്ടും അവള് ബ്യൂട്ടിഫുള്ളാ. പ്യുവർ സോളാണ് അവൾക്ക്. അവൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അവളുടെ ഫാമിലിയാണ്. ഈ ഒരു കാര്യത്തിൽ ഞാനും അവളും ഒന്ന് തന്നെ. അവൾ എവിടെയുണ്ടോ അവിടെ സന്തോഷത്തിന് ഒരു കുറവുണ്ടാവില്ല. അവൾ ഒരു എനർജി ബൂസ്റ്ററാ. ഇൻ വൺ വേർഡ്, ഷീസ് ജസ്റ്റ് ഓസം. 10 പച്ചമുളക് കഴിക്കണം. എടുത്തോടുവാ. 10 അല്ല, 20 എണ്ണം കഴിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേന്ന് എനിക്ക് അപ്പൊ എന്താ പറയേണ്ടത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. അയ്യോ, മര്യാദയ്ക്ക് പറഞ്ഞ കഴിക്കില്ല അല്ലേ? കഴിക്കും. നമ്മുടെ വീട്ടിൽ നീ എന്നെ ഒഴിച്ച് വേറെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിന്നെ ആരും സംശയിക്കാനും പോണില്ല. യു സേഫ് വിത്ത് മീ. ഇപ്പോഴെങ്കിലും നീ സത്യം പറ. ഒഴിഞ്ഞു മാറാനൊന്നും നിൽക്കണ്ട. നീ ഇനി എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും അത് പറയാതെ ഞാൻ വിടില്ല. ഇനി പറ, നിനക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടോ? നടക്കുന്ന കാലം നടക്കുന്ന കാലം. ഓൾ വുമൺ ബാബി ഡോൾ ഹിയർ. എടി കൊരങ്ങേ, നിനക്ക് ചെയ്യാൻ വേറെ പണിയൊന്നുമില്ലേ? നീ എന്തീ കാണിക്കുന്നേ? നീ എപ്പോഴാ വന്നേ? നമ്മുടെ ചേച്ചി എന്ത് പറയുന്നു? വെറുതെ പ്ലേറ്റ് മാറ്റാൻ നോക്കല്ലേ മരക്കഴുതേ. ഞാൻ നേരത്തെ വന്നായിരുന്നു. അമ്മയടുത്ത് പഠിക്കാണെന്ന് പറഞ്ഞിട്ട് നീ എന്തേ ചെയ്യുന്നേ? ടിക്ടോക്ക് ചെയ്യായിരുന്നു മുതുക്കി. ഞാൻ നാഷണൽ ലെവലിലെ ടിക്ടോക്ക് സ്റ്റാർ ആവും. നോക്കിക്കോ കള്ളക്കിളവി. നീ നാഷണൽ ലെവൽ സ്റ്റാർ ആണോ? ഓഹോ, സ്വപ്നം നന്നായിട്ടുണ്ട്. ഇതിനെ അസൂയെന്നാ പറയുന്നേ. ടിക്ടോക്കിൽ എനിക്ക് ഏത് റേഞ്ച് വരെ ഫാൻസ് ഉണ്ടെന്നുള്ളൊരു ധാരണ പോലും ഇല്ല നിനക്ക്. റിയൽ ടാലന്റിനെ ഇന്നല്ലെങ്കിൽ വേറൊരു ദിവസം ശരിക്കും അംഗീകാരം കിട്ടും. TV വന്നപ്പോ കുറെ ആൾക്കാർ ചീത്തയായി, മൊബൈൽ വന്നപ്പോ വേറെ കുറെ ആൾക്കാരും ചീത്തയായി. നിനക്ക് എപ്പോഴും ഈ ഒരു കാര്യം മാത്രമേ ചിന്തയുള്ളൂ? നിനക്ക് എപ്പോഴും എന്താ ഇതിന് കിട്ടുന്നത്? എല്ലാത്തിലും എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചാണോ ചെയ്യുന്നത്? അതിലെ ഞാൻ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാ എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉള്ളത്, അറിയോ? അത് കൊള്ളാം. 3 നേരം ഇത് തന്നെ ചെയ്തോണ്ടിരുന്നാലേ നിന്നെ പോലെ 3 നേരവും ടൈം വേസ്റ്റ് ആക്കുന്നവര് നിന്റെ പ്രൊഫൈൽ നോക്കി നിനക്ക് ഒരു ലൈക്ക് തരും. അത്ര തന്നെ. അതാ ഇത്ര വലിയ കാര്യമായിട്ട് പറയാൻ വന്നേക്കുന്നേ. അതെ, ബർഗർ ഇഷ്ടം അല്ലെങ്കിൽ വല്ല ഉണക്ക ചപ്പാത്തി തിന്ന, അല്ലാതെ ബർഗർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറയണ്ട. ഒടുവിലെ ബർഗറിന്റെ ടേസ്റ്റ് അറിയുന്നവര് നിന്നെ കളിയാക്കി ചിരിക്കും. എന്താ അത് ഇത്ര നല്ലതാന്ന് പറയുന്നേ? ആരോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മ്യൂസിക്കിന് ചുമ്മാ ഇരുന്ന് അഭിനയിക്കുന്ന വലിയ കാര്യമാണോ? അത് ചെറിയ കുട്ടികൾ പോലും ചെയ്യും. വലിയ ബിൽഡപ്പ് കൊടുക്കാൻ നിൽക്കല്ലേ. ഓ, വലിയൊരാള് വന്നേക്കുന്നു. ടിക്ടോക്ക് ചെയ്യുന്നത് ഒരു നിസ്സാര കാര്യം പോലാണല്ലോ പറയുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് ചെയ്ത് കാണിക്ക്. നിന്റെ വീഡിയോയ്ക്ക് എത്ര ലൈക്കാ വരുന്നേന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളെ പോലുള്ള പൊട്ടി പിള്ളേരെടുത്ത് ചലഞ്ച് ചെയ്യാൻ എനിക്ക് എന്താ വട്ടാണോ? കേറി പോകാൻ നോക്കും മരക്കഴുതേ. അപ്പൊ നിനക്ക് ധൈര്യം ഇല്ലെന്ന് സമ്മതിക്കും മുതുക്കി. പറഞ്ഞ നീ ഇപ്പൊ ഒരു തെറ്റാ ചെയ്തത് കുമ്പളങ്ങേ. ഇത്രയും നാൾ ആരാ മുമ്പിലെന്ന് അറിയില്ല. എന്നാ ഇന്ന് മുതൽ ഈ ടിക്ടോക്ക് സാമ്രാജ്യം ഭരിക്കാൻ പോകുന്നത് സാമ്രാജ്യത്തിന്റെ രാജകുമാരി ഈ റൗഡി ബേബി ആയിരിക്കും. താഴെ പോണേ. ബസ്
അല്ല ഇന്ന് എന്തോ പറ്റി ഇങ്ങനെ നേരത്തെ വരാൻ? സ്റ്റാഫുകൾ ആരും വന്നതേ ഇല്ല ഇവിടെ. അല്ല ഇന്നലെയല്ലേ കല്യാണം കഴിഞ്ഞത് ബോസേ. എന്നിട്ട് ഇന്ന് ആരും ഓഫീസിൽ വരണ്ടാന്ന് ബോസ് പറയുമെന്ന് കരുതി. ഇങ്ങനെ ഓരോന്ന് വിചാരിക്കല്ലാതെ ഈ ഓഫീസ് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള വിചാരം ഉണ്ടോ തനിക്ക്? നോൺസെൻസ് അല്ലാതെ പറയില്ല. അല്ല ബോസ്, അത് അങ്ങനെയല്ല. അതെന്താടോ അങ്ങനെയല്ലാതെ? കല്യാണം കഴിഞ്ഞ എന്റെ ആണോ? ആ, നിങ്ങളുടെ കല്യാണം നടക്കണമെങ്കിൽ ഇനി എത്ര നാള് കാത്തിരിക്കണോ എന്തോ. വാട്ട്? താനെന്താ പറഞ്ഞേ? അത് നിങ്ങളുടെ കല്യാണം നടക്കുന്നതിന് മുന്നേ എന്റെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞതാ. ഷട്ട് അപ്പ്. തറുതല പറഞ്ഞു മതി. ഇന്നത്തെ പ്രോഗ്രാംസ് എന്തൊക്കെയാ? ആ പിന്നെ അമൂല്യ മേഡത്തിനെ വിളിക്കാൻ പറയുകയാണെങ്കിൽ അമൂല്യ മേഡം ഇതുവരെ വന്നിട്ടില്ല ബോസേ. നോനോ, അതൊന്നുമല്ല. അമൂല്യ മേഡത്തിന്റെ പേര് പറഞ്ഞപ്പോഴേ എന്തൊക്കെയോ ആലോചിച്ച് ബോസ് ചിരിക്കാൻ തുടങ്ങി. ഇനി പറ, നിനക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സും ഇല്ല. ഇല്ലെന്നോ? പിന്നെന്തിനാ അന്ന് അങ്ങനെ പറഞ്ഞേ? ആ, ആ, അത് അത് അന്ന് പിന്നെ ഞാൻ വേറെ എന്ത് പറയാനാ? ഒന്നിനു പുറകെ ഓരോന്നായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുമല്ലായിരുന്നോ? അതുകൊണ്ടാ പെട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ എനിക്ക് എന്റെ കുടുംബത്തിലെ ഒരാളെ പോലെയാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേറെ ഒന്നുമില്ല. താൻ എന്താടോ ഈ നോക്കി നിൽക്കുന്നേ? തൊന്റെ പേര് ലൂസായോ? അല്ലല്ല, മുഖത്തൊന്നും കാണുന്നില്ല. മനസ്സിന്റെ ഉള്ളില് എന്തോ ഇങ്ങനെ ഒന്നിനു പുറമെ ഒന്നായിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ഒന്ന് ബോസ്. നിർത്തുന്നുണ്ടോ? ഇന്നത്തെ ഷെഡ്യൂൾസ് എന്താ പറ? ശരി ബോസ്, കാലണ്ടർ നോക്കിയിട്ട് ഞാൻ ഇപ്പൊ പറയാം. Everybody come on one time. Everybody come on two time. താൻ ഈ ജന്മത്തിൽ നന്നാവാൻ പോകുന്നില്ലടോ. എന്താടോ ഇതൊക്കെ? താനിത് അൺപ്രൊഫഷണലായി പെരുമാറുന്നേ. അത് ഒരു ദിവസം പോലും കാണാത്ത കാര്യം പെട്ടെന്ന് കണ്ടപ്പോ ഉണ്ടായ ഒരു സന്തോഷം കൊണ്ടാ. അതുകൊണ്ടാ ചിരി വന്നത്. എന്താടോ അത്? അമൂല്യ മേഡം ഒരു ടിക്ടോക്ക് വീഡിയോ ചെയ്തേക്കുന്നു ബോസെ, അത് കണ്ട് ഞാൻ ചിരിച്ചതാ. വാട്ട്? അമൂല്യോ? അതെ. അമൂല്യ എന്ന പേര് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ കാലണ്ടറിന് പകരം ടിക്ടോക്ക് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞ് എന്റെ ഒരു വർഷത്തെ ശമ്പളം തന്നെ കട്ട് ചെയ്ത് കളഞ്ഞാന്. ഒരു പേരിനെന്നാലും ഇത്രയും ശക്തി ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. എടോ സുമേഷ്, താൻ അമൂല്യ എന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് ഈ വായി നോക്കിയേതാ? അത് ബോസേ, അമൂല്യ മേഡത്തിന്റെ ഒപ്പം അടുത്ത് കാണുന്നത് ഡ്യുവറ്റ് ചെയ്ത ആളാ. വാട്ട്? അമൂല്യയുടെ കൂടെ ഡ്യുവറ്റോ? ആരതി, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ മൈ? നീ ഇങ്ങോട്ട് വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ എന്ന് കരുതി ഞാൻ നിന്നോട് പറയുന്നു വെച്ച് വിഷമിക്കുവൊന്നും വേണ്ട. എങ്കിൽ മാത്രം ഞാനിത് പറയൂ. അയ്യോ ഇല്ല മൈ, ഞാനെന്തിനാ അങ്ങനെ കരുതുന്നേ? അമ്മ പറഞ്ഞതുപോലെ എനിക്ക് എന്റെ അമ്മയും അമ്മായിയും വേറെയല്ല. അമ്മായി എന്ത് പറഞ്ഞാലും അതെന്റെ നല്ലതിന് വേണ്ടിയായിരിക്കുമെന്ന് എനിക്കറിയാം മൈ. അത് ശരിയാണ്. എന്നാലും ഞങ്ങള് രണ്ടുപേരും കല്യാണം കഴിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു എന്ന് എനിക്കറിയാം.
എന്നാലും അമ്മായി ഇപ്പൊ എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. കാര്യം എന്താണെന്ന് അമ്മായി എന്നോട് പറഞ്ഞില്ലല്ലോ, പറയൂ. വലിയ ആൾക്കാരുടെ വീട്ടില് ചില രീതികളൊക്കെ ഉണ്ട്. അതെന്താന്ന് വെച്ചാ, കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വരുന്ന മരുമകൾ ആ കുടുംബത്തിലെ ചില ഡോക്യുമെന്റ്സിലൊക്കെ സൈൻ ചെയ്യണം. ഇതാ ആ ഡോക്യുമെന്റ്സ്. അതെയോ? ഇതിലെന്താണത് അമ്മായി? ഒരുപക്ഷെ ആ വീട്ടിലെ മകനും മരുമകളും ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ മരുമകൾ ആ കുടുംബത്തിലെ സ്വത്തൊന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ വ്യവസ്ഥ. പക്ഷേ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഡോക്യുമെന്റ്സ് അതല്ല. എന്നുവെച്ചാ നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇല്ല അമ്മായി. അമ്മ ഇല്ല അമ്മ, എത്ര തന്നെ കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ വിക്കിയുടെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാം സഹിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചോളാം. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കരുതെന്ന എന്റെയും ആഗ്രഹം. പക്ഷെ നമ്മുടെ സമയം ശരിയല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ആർക്കും ഒരു വേദനയും ഉണ്ടാവാൻ പാടില്ല. സഹായം ഉണ്ടാവുകയും വേണം. നിനക്ക് താഴെ നിന്റെ കുടുംബത്തിൽ 3 പേരുണ്ട്. വീട്ടിലാണെങ്കിൽ കഷ്ടപ്പാടും ഉണ്ട്. സോ വിക്കിക്ക് അവകാശപ്പെട്ട എല്ലാ പ്രോപ്പർട്ടിയിലും നിനക്കും അവകാശമുണ്ടെന്നുള്ള ഡോക്യുമെന്റ്സ് തയ്യാറാക്കിയതായത്.